ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? ക്രിസ്മസ് എല്ലാം അടിച്ചു പൊളിച്ചിട്ട് എല്ലാവരും ന്യൂ ഇയർ ആവാൻ വേണ്ടിയിട്ട് കാത്തിക്കുന്നതായിരിക്കും. എന്തെല്ലാം ന്യൂ ഇയറിന്റെ പരിപാടി, ടൂറും കാര്യങ്ങളെല്ലാം ഉണ്ടോ? നമുക്ക് കാര്യമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. കാര്യമായിട്ട് പ്ലാനിങ് ഒന്നുമില്ല ന്യൂ ഇയറിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് വീഡിയോ ആണ്. അമ്മക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ചാനലിൽ ഏറ്റവും വലിയ സർപ്രൈസ് വീഡിയോ എന്ന് പറയുന്നത് അമ്മേനെ പണ്ട് പാലക്കാടേക്ക് അമ്മ അറിയാണ്ട് കൊണ്ടുപോയ വീഡിയോ ആയിരുന്നു. ഒരു 47 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇത് അത്ര വലിയ സർപ്രൈസ് അല്ലെങ്കിലും എന്തായാലും അമ്മ നല്ലോണം സർപ്രൈസ് ആവും, അമ്മക്ക് നല്ലോണം ഇഷ്ടമാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അമ്മേനെ റെഡിയാക്കി താഴെ നിർത്തിയിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാനുണ്ട്. നിച്ചൂട്ടിക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, അതെന്താന്ന് നോക്കണം. അമ്മയും കൂടെ വീഡിയോയിൽ നിൽക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അമ്മേനോട് റെഡിയാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കൊറിയർ വന്നിട്ടുണ്ട്. എന്താന്നുള്ളത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ അത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് താഴേക്ക് പോയിട്ട് വേഗം നോക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മേനെ റെഡിയാക്കിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. നിച്ചൂട്ടിക്കുള്ള ന്യൂ ഇയർ ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഇരുത്തിയിട്ടുള്ളത്. അപ്പോൾ പുറത്ത് നമ്മൾ ക്യാമറയിലാട്ടോ ഷൂട്ട് ചെയ്തതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഉള്ളിൽ നിന്ന് ഞാൻ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് കുറച്ച് ക്ലാരിറ്റി പെട്ടെന്ന് നിങ്ങൾക്ക് മാറിയ പോലെ തോന്നുന്നുണ്ടാവും. അപ്പോൾ അമ്മ കൂളായിട്ട് ഇരിക്കുന്നത് എന്താണെന്നുള്ളതൊന്നും നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ, വെറുതെ ഒരു ഗിഫ്റ്റ് കാണിച്ചു തരാമെന്നുള്ള അർത്ഥത്തിലായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിനി. അപ്പോൾ അമ്മ നോക്കിയിരിക്കുന്നുണ്ട്. എനിക്ക് അന്ന് ടെൻഷൻ മൊത്തം അമ്മ കാണുമ്പം എന്തായിരിക്കും അമ്മേൻ്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ടെൻഷൻ എനിക്ക് നല്ലോണം ഉണ്ടായിനി. അമ്മ കൂളായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പതിയെ അത് ഓപ്പൺ ചെയ്തു. അവിടുന്ന് അമ്മേൻ്റെ ആ ഫീലിങ്സ് മൊത്തം അമ്മ വർത്താനം പറഞ്ഞതെല്ലാം ഇടാന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ എടുത്തു. പക്ഷെ അവിടെ ഭയങ്കര സൗണ്ട്, അപ്പുറത്തെ വീട്ടിൽ വീട് പണി എടുക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ട്, ടൈൽസ് മുറിക്കുന്ന പോലത്തെ ഒച്ചയുള്ളതുകൊണ്ട് ഒന്നും അത് ഇടാൻ പറ്റിയിട്ട. അത് കണ്ട ഉടനെ അമ്മ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു. പക്ഷെ അവിടെയെല്ലാം ഭയങ്കര സൗണ്ട് അപ്പുറത്തെ വീട്ടിലെ പണീൻ്റെ, അതുകൊണ്ടാണ് അത് ഇടാത്തത്. അമ്മക്ക് ഭയങ്കര സന്തോഷമായി. അമ്മേൻ്റെ ഈ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് തന്നെ. അമ്മേൻ്റെ മുഖത്തുള്ള ആ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ട്. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് കണ്ണെല്ലാം നിറഞ്ഞു. അതുകൊണ്ട് എനിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയായി. അതാണ് എൻ്റെ ഏറ്റവും വലിയ മോശം സ്വഭാവം. വേറെ ആർക്കെങ്കിലും സങ്കടമാവുന്നതിന് മുന്നേ എനിക്കങ്ങ് സങ്കടമായിക്കോളൂ. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അന്ന് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിട്ട് അമ്മയും വല്യമ്മയും ഇരുന്നിട്ട് എന്നെ നടുക്കി ഇരുത്തിയിട്ടൊരു ഫോട്ടോ എടുപ്പിച്ചിന്. ഇതൊരു പ്ലാനിങ് ഉള്ളതുകൊണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് അമ്മമ്മേനെ നടുക്കി ഇരുത്തി ഫോട്ടോ ആക്കിയതാണെന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുമെന്ന്. ഭയങ്കര സന്തോഷമായി അമ്മക്ക്. ഞങ്ങൾക്കറിയാം എന്തായാലും അമ്മ അത്രയും വാല്യുബിൾ ആയിരിക്കും അമ്മക്ക് ഈ ഗിഫ്റ്റ് എന്നുള്ളത് എന്തായാലും അറിയാം. അതുകൊണ്ട് അത്രയും അമ്മ സന്തോഷമാവുകയും ചെയ്തു. അമ്മ സർപ്രൈസ് ആയാ? അയ്യോ എനിക്ക് സങ്കടം കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഒന്നും. അമ്മേനെ കാണുമ്പോ എനിക്ക് എന്തോ വല്ലാണ്ട് സങ്കടമാന്ന്. ഇപ്പൊ സന്തോഷമായി. ഇങ്ങനെ നമ്മളെ കൂടെ തന്നെ അമ്മയെ ജീവിച്ചിരിക്കും എടുത്ത പോലെ ഇല്ല മോളെ. അതുകൊണ്ട് അന്നേ ഞാൻ അമ്മയും വലിയമ്മയുള്ളൊരു ഫോട്ടോ കുറേ ആയി തപ്പുന്നു. അപ്പം കിട്ടിയിട്ടില്ല, നല്ല ഒന്നും ഫോട്ടോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ അന്ന് വന്നപ്പോ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു പ്ലാനിങ്ങിൽ എടുത്തതാണ് ഫോട്ടോ. ഇങ്ങനെ അമ്മ ജീവിച്ചിട്ട് അമ്മയുടെ അടുത്ത് ഇരുന്ന് എടുത്ത പോലെ ഉണ്ടത്. അമ്മയുടെ ആ ഒരു ഫോട്ടോ നല്ല വൃത്തിക്ക് ഉണ്ടായത് കൊണ്ട് ആ ഒരു ഫോട്ടോ അല്ലേ ഉള്ളൂ. അമ്മയുടെ നല്ല ഫോട്ടോ അതേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഫോട്ടോ അങ്ങനെ എടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ കൊടുത്തപ്പം ഏകദേശം ഒരു അങ്ങനെ ആക്കിയത്. ഞാനിപ്പോ അമ്മേനെ പിടിച്ചിരിക്കുന്ന പോലെ തന്നെയല്ലേ ഉള്ളത്. വല്ലാത്ത അമ്മ എന്ന് പറയുമ്പോ ഒരു വല്ലാത്തൊരു സങ്കടം തന്നെ. അത് ഇപ്പൊ ഇല്ലല്ലോ മോളെ, നമുക്ക് നഷ്ടപ്പെട്ട അമ്മമാരെ ഇട കിട്ടാനാ. പക്ഷെ എന്തായാലും നോക്കി ജീവനോടെ കണ്ണിന്റെ എന്തായാലും തേജസ് നോക്കി. ഇതാണ് എന്റെ അമ്മ. അപ്പൊ ഇത് അമ്മക്ക് ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ക്രിസ്മസിന് ഇന്നലെ കൊടുക്കാന്ന് വിചാരിച്ചാന്നു, പക്ഷെ ഇന്നാണ് ഇത് എത്തുന്നത്. അപ്പൊ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് നമുക്കൊരു ഫോട്ടോ കൊടുത്തു. വേറെ ഒരു നിധി പോലെ ആയിപ്പോയി. നമ്മക്കൊരു നിധി തന്നെയായി ഇത്. ജീവനോടെ എടുക്കുമ്പോ എടുക്കാൻ പറ്റിയില്ലല്ലോ. അന്ന് ഫോട്ടോ എടുത്തോണ്ട് നിങ്ങളെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. അന്ന് ക്യാമറയിൽ എടുത്തല്ലോ. അതെ അതെ അതെ, അങ്ങനെ എടുത്തു. പക്ഷെ എന്താണ് അമ്മ എന്നെ കൂടെ ഇതായാലും അങ്ങനെ ജീവിച്ചിരിക്കും. ഇപ്പൊ കാണാൻ പറ്റുന്നു, നമുക്ക് അമ്മേനെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മളെ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അമ്മ അവിടെ കുറച്ചേരം കടന്ന് ഉറങ്ങി മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടായി. എനിക്കിത് ക്ഷമയില്ല. നാളെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു, എനിക്കും വയ്യാണ്ടുണ്ടായിനി.
പിന്നെ ഞാൻ വിചാരിച്ചു അല്ല ഇന്ന് ചൂടോടെ തന്നെ അങ്ങനെ എടുക്കാം. അതുകൊണ്ട് അമ്മയോട് നിച്ചൂട്ടിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്, അത് നമുക്ക് പൊട്ടിച്ചു നോക്കാന്നുള്ള പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടിരുത്തിയത്. അതുകൊണ്ട് അമ്മക്കൊരു സർപ്രൈസ് ആയിപ്പോയി അല്ലേ ചൂട്ടി? ഇതാരാ നിച്ചു? ഇതാരാ? ആരാ? തങ്കമ്മയാ? ഇച്ചിരി അറിയാം ആളാ. അമ്മമ്മ ഇടക്കിടക്ക് പറയലുണ്ട് തങ്കമ്മ തങ്കമ്മ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇച്ചിരി അറിയാല്ലേ തങ്കമ്മേനാ. അമ്മ പിന്നെ കുറേ നേരം ആ ഫോട്ടോ തന്നെ നോക്കിയിരുന്നു കേട്ടോ. അതിൽ ഓരോ കാര്യവും നോക്കിയിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു ഞാൻ എന്തെല്ലോ കാര്യം ആലോചിച്ചു ആ ഫോട്ടോ നോക്കിയിട്ട് അങ്ങ് പാലക്കാട് വരെ എത്തി ഞാൻ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമെന്ന്. അപ്പോൾ അമ്മ കുറേ നേരം നോക്കിയിരുന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയായി. ഇവർ രണ്ടാളേ ഉള്ളൂ, അമ്മമ്മക്ക് മക്കളായിട്ട് ഇവർ 2 പെൺമക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഗിഫ്റ്റ് കൊടുക്കാൻ തോന്നിയത് നല്ല കാര്യം, നല്ല തീരുമാനമായി എന്ന് എനിക്ക് അപ്പം മനസ്സിലായി. എന്തായാലും ഏത് ദിവസത്തിലും അമ്മമ്മേനെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് അമ്മ പറയാത്ത ദിവസമില്ല കേട്ടോ. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാര്യം അമ്മമ്മേനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. വലിയ സ്റ്റോറി അല്ലേ ഉണ്ട് അമ്മമ്മേൻ്റെ. അമ്മ പാലക്കാടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മമ്മ പാലക്കാട് നിന്നേ ഈ നാട്ടിൽ വന്നിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ആ ലൈഫിൽ പണ്ടത്തെ കാലത്ത്. അപ്പോൾ അതൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. അപ്പം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അമ്മമ്മേനെ. ഞാൻ വരുന്നതിന് ഒരു 3-4 വർഷം മുന്നേ അമ്മമ്മ മരിച്ചിട്ടുണ്ടായിന്. നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്തായിരുന്നു മരിച്ചിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ അമ്മക്ക് നമ്മൾ കണക്ഷനൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ട് അമ്മമ്മേനെ. പക്ഷേ ഈ ഫോട്ടോ ഉള്ളത് കൊണ്ട് പിന്നെ അമ്മ പറഞ്ഞ് നല്ലോണം കേട്ടിട്ടുള്ളത് കൊണ്ടും ശരിക്കും കണ്ടൊരു ഫീൽ തന്നെയാണ്. അമ്മമ്മേൻ്റെ കാര്യമെല്ലാം നല്ലോണം അറിയുന്നുണ്ട്. അപ്പോൾ ഇത് അമ്മക്ക് ഫ്രെയിം എല്ലാം കൊടുത്തു. അത് 2 ഫ്രെയിം ഒരുമിച്ചാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഒന്ന് വല്യമ്മക്കും ഒന്ന് അമ്മക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തോ ഒരു ലാസ്റ്റ് നിമിഷം മിസ്റ്റേക്ക് കാരണം അവർ ഒന്നേ സെൻഡ് ചെയ്തിട്ടില്ല, ഒന്ന് പെൻഡിങ് ആയിപ്പോയി. പക്ഷെ ഇതിന്റെ ഡിജിറ്റൽ കോപ്പി നമ്മളെ കയ്യിലുണ്ട്. അതൊന്ന് ഫ്രെയിം ആക്കണേന് ലാമിനേഷൻ ചെയ്യാൻ കൊടുത്തിട്ട് ഫ്രെയിം ആക്കിയിട്ട് ഇനി വല്യമ്മക്ക് കൊണ്ട് കൊടുക്കാം. ഇത് 2 ഉണ്ട് എന്നാ വിചാരിച്ച് ഓപ്പൺ ആക്കുന്ന വരെ. അപ്പൊ അത് മാറിപ്പോയി. അതുകൊണ്ട് വല്യമ്മക്ക് നമുക്ക് അത് ആക്കിയ ശേഷം കൊണ്ടു കൊടുക്കാം അല്ലേ അമ്മേ? ഭയങ്കര കാണുമ്പോ സന്തോഷമായിരിക്കൂലേ നമുക്ക്. ഞാൻ പണ്ടേ വിചാരിച്ചാണ് അമ്മക്ക് ചെയ്തു കൊടുക്കണം. പക്ഷെ ഇവരെ 2 നല്ലൊരു ഫോട്ടോ അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ അന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഇനി അവര് വരുമ്പോ ഒപ്പരം എടുത്തിട്ട് ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പൊ അമ്മക്ക് എന്തായാലും ഫോട്ടോ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അത് ഇഷ്ടമായിട്ടുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. സ്വന്തം അമ്മേന്റെ കൂടെയുള്ള ഫോട്ടോ കിട്ടുമ്പോൾ എന്തായാലും സർപ്രൈസ് ആവാണ്ട് ഇഷ്ടമാവാണ്ട് ഇരിക്കൂലല്ലോ. അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റിയതിൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മളെ പാരന്റ്സിന് വേണ്ടി ചെയ്യുമ്പോൾ അത് അത്രയും നമുക്കൊരു വിലമതിക്കാനാവാത്ത സന്തോഷമായിരിക്കും. വലിയ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നതിനേക്കാളും അവരുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുക എന്ന് പറയുന്നത് അത് വലിയ കാര്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടാ. അപ്പൊ അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ കൊടുക്കുക, അതല്ലേ വലിയ കാര്യം. അപ്പൊ അതെന്തായാലും സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നേരെ വല്യമ്മേന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്താന്ന് വെച്ചാൽ അമ്മക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 2 ഫ്രെയിം അത് മിസ്സായി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു വല്യമ്മേനെ ഇന്ന് തന്നെ വല്യമ്മക്കും കൂടെ കാണിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ട്. അത് ഫ്രെയിം ആക്കിയിട്ട് അമ്മക്ക് ഇവിടെ സൂക്ഷിക്കാം. ഇത് ഏതായാലും വല്യമ്മക്ക് കൊടുക്കാന്നുള്ള പ്ലാനിങ്ങിലാണുള്ളത്. അപ്പൊ നമുക്ക് അത് കൊടുക്കാൻ പോവാം. അപ്പൊ ഞാനിത് വീഡിയോ എടുത്തോണ്ട് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നമ്മളെ ബാക്കിലെ കർട്ടനും എന്റെ കുപ്പായും നോക്കിയാട്ടെ, സെയിം. ആ കർട്ടനും കുപ്പായും കൂടെ നല്ലോണം ബ്ലെൻഡ് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് സെയിം ആണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ വേഗം അമ്മ സാരി ഉടുക്കുന്നുണ്ട്. സാരി ഉടുത്തിട്ട് നമുക്ക് വല്യമ്മേന്റെ അടുത്തേക്ക് പോവാം. ചുട്ടി എവിടെ പോന്നേ? മാളച്ചേച്ചിന്റെ അടുത്തല്ല, എവിടെയാ പോന്നെ? ഇപ്പൊ മാളുചേച്ചിന്റെ കാര്യം പറഞ്ഞു. അതാ മാളുചേച്ചിന്റെ അടുത്ത് പറയുന്നത്. ഇന്ന് വല്യമ്മേന്റെ വീട്ടിലല്ലേ പോന്നെ? അത് മറന്നുപോയാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറഞ്ഞത്. അപ്പൊ നമ്മള് ഇറങ്ങി വീട്ടിൽ നിന്ന് വല്യമ്മേന്റെ അടുത്തേക്ക് പോവാന്ന്. അമ്മ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ വല്യമ്മേനെ? വിളിച്ചിട്ടില്ല. വിളിച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. JCB അല്ലേ? JCB മണ്ണെടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നേരെ വല്യമ്മേന്റെ അടുത്തും പോവാം. വല്യമ്മ സർപ്രൈസ് ആവോ അറിയില്ല, നോക്കല്ല അമ്മ. അതെ, നമ്മളെ മിക്കവാറും അമ്മേനെ കാണുമ്പോ എന്തായാലും ആവും. എന്തായാലും സന്തോഷാവും. പ്രകടിപ്പിക്കുന്നില്ല പോയി കണ്ടിച്ച് എനിക്ക് ആ ഒരു അമ്മേനെ കണ്ടപാട് നമുക്ക് ഏതായാലും പോയിട്ട് കൊടുത്തു നോക്കാം. അല്ല അമ്മ കൊടുത്തോ? അമ്മേനെ കൊടുക്ക.
വല്യമ്മക്ക് സമ്മാനം. എത്രയോ വലിയ സമ്മാനമാണ്. വേണ്ട. വേറെ വലിച്ച ഇഷ്ടായാ? പിന്നെയോ ജീവൻ മക്കളിങ്ങനെ ആക്കി. നമ്മൾ അന്നെടുത്ത ഫോട്ടോ വലിയമ്മ അമ്മയും കണ്ണൂർ പോകുന്ന സമയത്ത് എല്ലാം നടക്കിരുത്തി എടുത്തില്ലേ, എല്ലാം മാറ്റിട്ട് നമ്മള് കൂടിയിരുന്ന പോലെ ഉണ്ടല്ലോ. സൂപ്പർ ആയിട്ടുണ്ട്. വല്യമ്മ എന്തായാലും നല്ലോണം ഹാപ്പിയായി. വല്യമ്മക്കും ഗിഫ്റ്റ് കിട്ടിയതിൽ ഇവരുടെ ഫോട്ടോ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാൻ, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ഫോട്ടോ ആയല്ലോ. പിന്നെ വലിയച്ഛനും ഏട്ടനും ഉണ്ടായിരുന്നു. ഇത് വല്യമ്മേൻ്റെ ഇളയ മോനാണ് രാജുവേട്ടൻ. അപ്പോൾ ഏട്ടനും കാണിച്ചു കൊടുത്തു. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ഫോട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്നെല്ലാം ചോദിക്കുവാണ് ഏട്ടൻ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ. പിള്ളേരും ഉണ്ടായിരുന്നു, അവരും എല്ലാവരും കണ്ടു. അവരൊന്നും അമ്മമ്മേനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അവർക്കും സന്തോഷമായി കുഞ്ഞു മക്കൾക്ക്. അങ്ങനെ വല്യമ്മ ഹാളിൽ തന്നെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഹാളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അവർ ചായ കുടിക്കേണ്ട കറക്റ്റ് സമയത്ത് റെഡി ആയിരിക്കുമ്പോഴാണ് നമ്മൾ എത്തിയിട്ടുണ്ടായി. അപ്പോൾ വല്യമ്മ വേഗം ചായയെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ഇത് വല്യമ്മേൻ്റെയും വലിയച്ഛൻ്റെയും പഴയ ഫോട്ടോ എന്നിട്ട് നോക്കി എത്ര മാറ്റം. പണ്ടത്തെ സിനിമയിലെല്ലാം ഉണ്ടാവുന്ന നടനും നടീനെയൊക്കെ പോലെ ഇല്ലേ കാണുമ്പോൾ. അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്തതാണ്. അമ്മേൻ്റെ ഫോട്ടോ ഉണ്ടായിനാടെ, അമ്മേൻ്റെയും ഈ വല്യമ്മേൻ്റെ ഫാമിലി ഫോട്ടോ. പണ്ടത്തെ വല്യമ്മേൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ള അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഇനി പോകുമ്പോൾ എന്തായാലും അത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്ന് പിള്ളേർ മൂന്നാളും നല്ല കളിയായിരുന്നു. കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് ഇറങ്ങി. നമ്മൾ പഞ്ചായത്ത് എത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് നേരെ പോകുന്നു. നമ്മൾ റോഡിലേക്ക് ടേൺ ചെയ്യാണ്ട് കരാമ റെസ്റ്റോറൻറ്റിലേക്ക് പോയതാണ് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഫുഡെല്ലാം വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. അതാണ് പ്ലാനിങ്. അച്ഛൻ വന്നിട്ടില്ല, അച്ഛൻ വീട്ടിൽ തന്നെ ഉണ്ട് അത്ര. അപ്പോൾ നമ്മൾ വല്യമ്മേൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചെത്തി, വീട്ടിലെത്തി. വരുമ്പോൾ ഫുഡ് വാങ്ങിച്ചിട്ടാണ് വന്നത്. നല്ല വിശക്കുന്നുണ്ട്. ഉച്ചക്ക് എനിക്ക് രാവിലെ എല്ലാം വയറുവേദനയെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡൊന്നും ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് കുറച്ച് നല്ലോണം വിശപ്പ് വന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ബിരിയാണിയെല്ലാം വാങ്ങിച്ചിട്ടാണ് വന്നത്. ഇനി അതെല്ലാം കഴിക്കണം. ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. നമ്മുടെ ഒരു ഹാപ്പിനെസ്, അമ്മേൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വല്യമ്മക്കും കൊടുത്തു, വല്യമ്മയും ഹാപ്പിയായി. എന്തായാലും സ്വന്തം അമ്മേൻ്റെ ഫോട്ടോ, കൂടെയുള്ള ഫോട്ടോ എല്ലാം കിട്ടുമ്പോൾ എന്തായാലും ഹാപ്പി ആവുമല്ലോ അല്ലേ? എല്ലാവരുടെയും ആഗ്രഹം തന്നെ ആയിരിക്കും അത്. അപ്പോൾ അതെന്തായാലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.